അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 വെള്ളിയാഴ്ച. ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയുമായി ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ 6 മാസം പ്രസവ അവധി നിർബന്ധമാക്കും. +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും. എക്സൈസ് നയം മാറ്റും. സംയോജിത ഗതാഗത സംവിധാനം നടപ്പാക്കും. യുവജനങ്ങളിലെ തൊഴിലില്ലായ്മയിലുള്ള ആശങ്കയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആദ്യം പരാമർശിച്ചത്. UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കും. ഇതിലെ പ്രധാന ഇനമായ വയോജന വകുപ്പ് ആരംഭിച്ചു. പുതിയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തും. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിച്ച് ബൃഹത് പദ്ധതി നടപ്പാക്കും. മനുഷ്യമൃഗ സംഘർഷ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, വനിതാ കർഷകരുടെ കൺസോർഷ്യം യാഥാർത്ഥ്യമാക്കും. സ്കൂൾ സിലബസ് പരിഷ്കരിക്കും. ഭരണ സംവിധാനത്തിന് സുതാര്യതയും വേഗവും ഉറപ്പാക്കും. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും. മതനിരപേക്ഷത പാലിക്കും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രമിറക്കും. കേന്ദ്ര സർക്കാരുമായി സഹകരിക്കുമെന്നും അർഹമായ പിന്തുണ പ്രതീക്ഷിക്കുന്നെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. കേസുകളിൽ വാദം കേൾക്കൽ പൂർത്തിയായാൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഹൈക്കോടതികൾക്ക് നിർദ്ദേശം നൽകി. അതുണ്ടായില്ലെങ്കിൽ രജിസ്ട്രാർ കേസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിട്ടു. ടെറ്റ് പരീക്ഷയിൽ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. എന്നാൽ 2010 മുൻപ് നിയമിതരായവർ 2 കൊല്ലത്തിനകം ടെറ്റ് പാസ്സാകണമെന്ന് ഉത്തരവിൽ ചെറിയ മാറ്റം വരുത്തി. സമയപരിധി 1 വർഷം കൂടി നീട്ടി 3 വർഷമാക്കി. സംസ്ഥാന സർക്കാർ അടക്കം പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചിരുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം അതിവേഗ റെയിൽപാത നടപ്പാക്കാൻ VD സതീശന്റെ UDF സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നു. ഇതിനായി മെട്രോ വിദഗ്ധൻ E. ശ്രീധരനുമായി ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ നിർണായക തെളിവുകൾ ഉള്ളതിനാൽ വൈകാതെ തന്നെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് നീക്കം. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിൽ തെളിവുകൾ ലഭിച്ചെന്ന് ED പറയുന്നു. മാസപ്പടി ഡയറിയിലെ മറ്റു പേരുകളെ കേന്ദ്രീകരിച്ച് തെളിവ് ശേഖരണം ആരംഭിച്ചെന്നും ED പറയുന്നു. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ED അന്വേഷണം ഉടൻ തടയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിൽ സ്പീക്കറോട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അതൃപ്തി പ്രകടമാക്കി. ഗവർണറുള്ള പരിപാടിക്ക് വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നും നിർദ്ദേശിച്ചു. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുമ്പോഴും പ്രസംഗശേഷം മടങ്ങുമ്പോഴും വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്ന ലോക്ഭവന്റെ നിർദ്ദേശം സർക്കാർ തള്ളി. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമേ ആലപിച്ചുള്ളൂ. UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കൊപ്പം സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖർ നിയമസഭയിലേക്ക് പ്രവേശിച്ചത് ചട്ടലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അകത്തു കടന്ന DGP മറ്റൊരു വഴിയിലൂടെ പുറത്തേക്കുപോയി.
UDF സർക്കാരിന്റേത് നയരാഹിത്യ പ്രഖ്യാപനമായിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷം ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ വികസനങ്ങളുടെ തുടർച്ച സംബന്ധിച്ച് നയപ്രഖ്യാപനത്തിൽ ഒന്നുമില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. ഖജനാവിൽ 5429 കോടി രൂപയുടെ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് സർക്കാർ പുറത്തേക്ക് പോയതെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറാത്തത് അവിടെയുള്ള ആൾ മാറാത്തതിനാലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി താമസം മാറ്റുന്നതോടെ കന്റോൺമെന്റ് ഹൌസിലെ പണി കൂടി പൂർത്തിയാക്കിയ ശേഷം താൻ മാറുമെന്നും പിണറായി പറഞ്ഞു. കേരള സിലബസ് പരിഷ്കരിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനം എന്തടിസ്ഥാനത്തിലാണെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സിലബസ് കാലഹരണപ്പെട്ടെന്ന് പറഞ്ഞത് ശരിയല്ല. മുൻ സർക്കാർ സമഗ്രമായ സിലബസ് പരിഷ്കരണം നടത്തിയതാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായതിലും സുരക്ഷാ വീഴ്ചയിലും DGP നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ഇന്ന് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. ക്ഷേത്രം ഭരണസമിതിയുടെ അടിയന്തര യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. 4 തവണ അപേക്ഷിച്ചിട്ടും നിഷേധിച്ച അംഗത്വം ബിനീഷ് കോടിയേരിക്ക് അനുവദിച്ചു. പിണറായി വിജയൻ ഇടപെട്ടാണ് പാർട്ടി അംഗത്വം പുതുക്കിയത്. ഇടതുപക്ഷ പ്രവർത്തകരോട് പോലീസ് മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് CIക്കെതിരെയാണ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഭീഷണി പ്രസംഗം. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ DYFI നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പറും DYFI നേതാവുമായ ചങ്ങുതൊടിയിൽ സുജിത്തിനെതിരെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത്. C സദാനന്ദനെ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തതിനെ ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. സാമൂഹിക സേവനം എന്ന നിലയിൽ C സദാനന്ദനെ നോമിനേറ്റ് ചെയ്യാനാകില്ലെന്ന അഭിഭാഷകനായ സുഭാഷ് തീക്കാടന്റെ വാദവും കോടതി തള്ളി. കർണാടകയിൽ കോൺഗ്രസിന്റെ നിർണായക നിയമസഭാ കക്ഷിയോഗം. DK ശിവകുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ ഡൽഹിയിൽ. DK ശിവകുമാർ മന്ത്രിസഭയിൽ തന്റെ വിശ്വസ്തർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നീക്കം. സിദ്ധരാമയ്യ സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ടെന്ന പാർട്ടി സർവേ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെ മാറ്റാൻ AICC തീരുമാനിച്ചത്. സിദ്ധരാമയ്യയും DK ശിവകുമാറും സോണിയാഗാന്ധിയുടെ വസതിയായ പത്ത് ജൻപദിലെത്തി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയെ കൊണ്ട് തന്നെ നിർദ്ദേശിപ്പിക്കും. തിങ്കളാഴ്ച വൈകിട്ട് DK ശിവകുമാർ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനാണ് സാധ്യത. തമിഴ്നാട്ടിൽ ദേവസ്വം മന്ത്രിയോട് കൈക്കൂലി വാങ്ങിയ ക്ഷേത്രപൂജാരിക്ക് സസ്പെൻഷൻ. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലെ ദർശനത്തിന് കോഴ വാങ്ങിയ പൂജാരി അയ്യപ്പൻ അയ്യർ എന്നയാളാണ് സസ്പെൻഷനിൽ ആയത്. മന്ത്രിയാണെന്നറിയാതെയാണ് പൂജാരി കൈക്കൂലി വാങ്ങിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വ്യാജമദ്യം കഴിച്ച് 16 പേർ മരിച്ചു. പൂനെയിലെ ഹട്സ്പർ, പിംപിരി, ചിഞ്ചുവാഡ് മേഖലകളിലാണ് ദുരന്തം ഉണ്ടായത്. വ്യാജമദ്യം കഴിച്ച നിരവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ആന്തരികാവയവങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. നിരവധി പേർ ഇപ്പോഴും ആശുപത്രികളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. പശ്ചിമബംഗാളിലെ അതിർത്തികൾ വഴി ഇന്ത്യയിലേക്ക് അനധികൃതമായി കടക്കുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്താൻ കർശനമായ പരിശോധനകളും നടപടികളും ആരംഭിച്ചു. ഇതോടെ 100 കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് ബംഗ്ലാദേശിലേക്ക് തിരികെ പോകാൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം അതിർത്തി രക്ഷാസേനയും സംസ്ഥാന പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്.
കാശ്മീരിലെ രജൌരി ഏറ്റുമുട്ടൽ അവസാന ഘട്ടത്തിലെന്ന് സുരക്ഷാസേന. വനമേഖലയിൽ രാത്രിയിലും കനത്ത വെടിവെപ്പുണ്ടായി. ഭീകരരുടെ ഒളിത്താവളം തകർത്തു. വനത്തിലെ ഗുഹയാണ് ഭീകരരുടെ ഒളിത്താവളം. ഓപ്പറേഷൻ ഷെരുവാലി 6ാം ദിവസത്തിലേക്ക് കടക്കുകയും സൈന്യം വളയുകയും ചെയ്തതോടെ ഭീകരർ കെണിയിലകപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തർപ്രദേശിലെ ഹമീർപൂർ ജില്ലയിൽ ബേത്വ നദിക്ക് കുറുകെ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് 6 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും പാലത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണാണ് അപകടം ഉണ്ടായത്. ഇന്ത്യയിൽ നിന്നുള്ള 2 സമാധാന ദൗത്യസേനാംഗങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ മരണാനന്തര ആദരവ്. ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗിനും നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാനിനും മരണാനന്തര ബഹുമതിയായി ഡാഗ് ഹമാസ് ഗോൾഡ് മെഡൽ സമ്മാനിക്കും. മേജർ അഭിലാഷ ബരാക് ഐക്യരാഷ്ട്രസഭയുടെ 2025 മിലിറ്ററി ജെൻഡർ അവാർഡ് നൽകും. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ഇറാനിയൻ നീക്കത്തെ തുണയ്ക്കുന്ന ഒമാനെതിരെ കടുത്ത ഉപരോധ ഭീഷണിയുമായി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഈടാക്കാൻ അനുവദിക്കില്ലെന്നും ഇറാന്റെ നീക്കം എല്ലാ രാഷ്ട്രങ്ങളും തള്ളിക്കളയണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. നേപ്പാളിലുണ്ടായ ഭൂകമ്പത്തിൽ വൻ നാശനഷ്ടമുണ്ടായ 8 ജില്ലകളിൽ 14 പുതിയ സ്കൂളുകൾ നിർമ്മിക്കുമെന്ന് ഇന്ത്യ. ഇതിനായി 56.2 കോടി രൂപ ഇന്ത്യ ധനസഹായം പ്രഖ്യാപിച്ചു. കരാറുകളിൽ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയും നേപ്പാൾ വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പുവച്ചു. അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തെ ഡാലസിലുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ ശക്തമായ സ്ഫോടനത്തിലും തീപിടുത്തത്തിലും ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. വാതക ചോർച്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. ഇന്ത്യയെ പുകഴ്ത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ എതിർപ്പുയരുമ്പോഴും ഇന്ത്യക്കാർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. കുവൈറ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി. കുവൈറ്റിനെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണെന്ന് UAE കുറ്റപ്പെടുത്തി. ന്യൂ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന IPLലെ 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികളാണ് 31-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായുള്ള ഫൈനലിൽ ഏറ്റുമുട്ടുക. മത്സരം വൈകിട്ട് 7:30-ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ അർജന്റീന 26-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്ക് മൂലം ആശങ്കയുണ്ടെങ്കിലും നായകൻ ലിയോണൽ മെസ്സിയെ ടീമിൽ ഉൾപ്പെടുത്തി. എമിലിയാനോ മാർട്ടിനസും ജൂലിയൻ അൽവാരസും ലൗട്ടാരോ മാർട്ടിനസും അടക്കം 2022 ലോക ചാമ്പ്യന്മാരായ ടീമിലെ 17 പേരെ ഇത്തവണയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.